ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇടറുക എന്ന് പറയുമ്പോൾ അത് കാലിനെ ബാധിക്കുന്നതാണ്. എവിടെ നിന്നാണ് ഇടറുന്നത്? എങ്ങനെയാണ് ഇടറുന്നത്? അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് തൻ്റെ ജനത്തെ കയറ്റിയതിനു ശേഷം ക്രിസ്തു എന്ന പാറമേൽ അവനെ നിർത്തുന്നു. ഭൗതിക പാറയും ആത്മീക പാറയുമുണ്ട്. ആത്മീക പാറ ക്രിസ്തുവും ഭൗതിക പാറ നമ്മൾ ലോകത്തിൽ കാണുന്ന പാറയുമാകുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ കാലുകൾ ഭൗതിക പാറയിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ദൈവമോ എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാകുന്നു എന്ന വചനപ്രകാരം ഹൃദയം ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന അനുഭവമാണ് ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നവർക്കുണ്ടാകുന്നത്. അങ്ങനെ ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഇടറിപ്പോകുവാൻ ഇടയുണ്ട് എന്ന് വചനം പറയുന്നു. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് പ്രകാരമാണ്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് ക്രിസ്തുവിൽ ഇടറുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ നിന്നൊരു ഭാഗം ചിന്തിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ടു വിസ്മയിച്ചു. ഇവന് ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ എന്നവരുടെ സഹോദരന്മായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അവിടെ സംഭവിച്ചത്, യേശു ജനിച്ച പിതൃനഗരത്തിലാണ് ചെന്നിരിക്കുന്നത്. പിതൃനഗരത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള മനുഷ്യർ ഇവനെ നോക്കി. ഇവൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഇവൻ എവിടെ നിന്നാണ്, ഇവൻ ആരാണ് എന്ന് അവരൊരു തീരുമാനത്തിലെത്തിയത് പ്രകാരമാണ്, ഇവൻ മറിയയുടെ മകനാണ്. ഇവനെ പ്രസവിച്ചത് മറിയയാണ്. ഇവൻ്റെ അപ്പൻ യോസെഫാണ്. ഇവൻ്റെ സഹോദരന്മാർ, ഇവൻ്റെ മാതാപിതാക്കൾക്ക് ഇവനെ കൂടാതെ ഉണ്ടായിട്ടുള്ള മക്കൾ അവിടെ അവരോടൊപ്പം ഉണ്ട്. പിന്നെ ഇവന് എന്തായിരുന്നു ഈ വിശേഷത എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തിയ ഭാഗമാണ് നമ്മൾ കേട്ടത്. അവൻ യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ സഹോദരനായ യേശു ആകുന്നു. മറിയയാണ് അവനെ പ്രസവിച്ചത്. യോസെഫാണ് അവൻ്റെ അപ്പൻ. അതുകൊണ്ട് അവന് മറ്റുള്ളവരെക്കാൾ വിശേഷതയൊന്നുമില്ല. അവൻ സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞു കേട്ടവർ എല്ലാവരും ഇടറിയവരാണ്. അവർക്ക് ആത്മീയമായി കർത്താവിൽ നിന്ന് പ്രയോജനം ഉണ്ടാകാൻ സാധിച്ചില്ല. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവരുടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവർക്ക് ഇവൻ ഈ അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് അവർക്ക് അംഗീകരിക്കുന്നില്ല. അതായത്, ഒരു മനുഷ്യന് രണ്ട് വശമുണ്ട്. ഒന്ന് അവൻ്റെ ഭൗതിക വശം, രണ്ട് അവൻ്റെ ആത്മീക വശം.
ആത്മീക വശം കണ്ടാൽ ആ കാഴ്ച അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകും. എന്നാൽ ഭൗതിക വശം മാത്രം കണ്ടാൽ അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. മാത്രമല്ല കർത്താവിൽ ഇടറിപ്പോവുകയും ചെയ്യും. കർത്താവിന് വിരോധിയായി തീരുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ പിതൃഭവനത്തിലുള്ളവരെല്ലാവരും വന്നതിന് ശേഷം അവൻ്റെ അപ്പൻ ഇന്ന ആളാണ്, അമ്മ ഇന്നയാളാണ്, സഹോദരന്മാർ ഇന്നതാണ്, അവൻ്റെ പണി ഇന്നതാണ്, തൊഴിലുകൾ ഇന്നതാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞത് ശരിയാ. എന്നാൽ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നെങ്കിൽ മറുവശം കാണാമായിരുന്നു. എന്താണ്? മറുവശം മറ്റൊന്നുമല്ല. ശിഷ്യന്മാർ നോക്കിയതിന് ശേഷം ഞങ്ങൾ അവൻ്റെ തേജസ്സ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവപുത്രന് ഒരു തേജസ്സുണ്ട്. യഹസ്കേൽ കണ്ടതുപോലെ. ആ തേജസ്സ് യേശുവിൽ ശിഷ്യന്മാർ കണ്ടു. പിതൃഭവനത്തിലുള്ളവരും സ്വന്തപ്പെട്ടവരും കണ്ടില്ല. അവർ ഭൗതികമായിട്ട് കണ്ടു. ആത്മീകമായിട്ട് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയവർ ഇത് കണ്ടു. ഞങ്ങൾ അവൻ്റെ തേജസ്സ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അങ്ങനെ ശ്രദ്ധിച്ചവരെല്ലാവരും അവൻ്റെ ആത്മീക വശം കണ്ടെത്തി. എന്നാൽ ജഡപ്രകാരം കണ്ടവർ അവൻ ആരാണെന്നും അവന് കഴിവ് എത്രയുണ്ടെന്നും അവൻ ഉത്ഭവം എവിടെയാണെന്നും പറഞ്ഞാവെങ്കിൽ ഇടറിപ്പോയി. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പ്രകാരം പറഞ്ഞു, ഞാൻ യേശുവിനെ മുമ്പ് ജഡത്തിൽ അറിയാവുന്നതാ. അവൻ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ചതും മറിയ അവനെ പ്രസവിച്ചതും മറിയയുടെ ഗർഭത്തിൽ മാനുഷികമായിട്ടുള്ള പ്രവർത്തനം കൂടാതെ ദൈവത്തിൽ നിന്ന് ഒരു പ്രജ ഉളവായി വന്നതും ആ ഉളവായ പ്രജ ലോകത്തിൽ ജനിച്ചതും ദൈവത്തിൻ്റെ വചനത്താൽ അവൻ പരിപോഷിപ്പിക്കപ്പെട്ട് വളർന്നു വന്നതും എല്ലാം ആദ്യഘട്ടങ്ങളിൽ പൗലോസും മനസ്സിലാക്കിയതാണ്. എന്നാൽ പൗലോസ് പിന്നീട് പറഞ്ഞു, എന്താണ്? ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ പ്രസ്താവിപ്പം വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയുക. മറ്റൊന്നും അറിയാത്തവനായി ഇരിപ്പാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ക്രിസ്തുവിനുള്ള ഭൗതിക വശം, അവൻ്റെ ജനനം ഏതു വിധം, അവൻ്റെ ശരീരം ഏതു വിധം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് മനസ്സ് വെച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയണ്ട. അവൻ്റെ തേജസ് ദൈവത്തിനുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കാണണം. അവനെ ദൈവപുത്രനായിട്ട് കാണണം. അവനെ ക്രിസ്തുവായിട്ട് കാണണം. അവൻ ലോകരക്ഷിതാവായിട്ട് കാണണം. പിന്നെയോ റോമാലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന പോലെ അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അത് വശമാണ്. ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ മാത്രമേ ഇടറാതിരിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ ഇടറിപ്പോകും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. അപ്പോൾ യേശുവിനെ തൊടുമ്പോഴും യേശു അടുത്ത് സംസാരിക്കുമ്പോഴും ശിഷ്യന്മാർ ശ്രദ്ധിച്ചു നോക്കിയവർ ജീവൻ്റെ വചനം, നിത്യജീവൻ ആയ ക്രിസ്തു തങ്ങളോട് സംസാരിക്കുന്നതായിട്ടും ഇടപെടുന്നതായിട്ടും അവർ കണക്കൂട്ടിയിരുന്നു.
വെറും ഭൗതികമായിട്ടല്ല അവർ കണക്കുകൂട്ടിയിരുന്നത്. ഭൗതികമായിട്ട് കണ്ടവരൊക്കെ ഇടറിപ്പോയി. അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒരു കാര്യം അറിയണ്ട. ആത്മീയമായി ക്രിസ്തു ആര്? ദൈവപുത്രൻ അവനും ക്രിസ്തുവുമായിട്ട് യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇത് ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്ന് അത് കണ്ടെത്തുന്നവൻ ഇടറുകയില്ല. എന്നാൽ ഭൗതികതയിലേക്ക് മാത്രം നോക്കുന്നവൻ ഏ എന്നേ ഇടറിപ്പോവും. അവൻ കരഞ്ഞല്ലോ, കരഞ്ഞു. ഞാൻ ഏകനല്ലെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു. എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചല്ലോ, ചോദിച്ചു. നല്ലവന് നീ നല്ലവനെന്ന് പറഞ്ഞപ്പോൾ നല്ലവൻ ഒരുവനേ ഉള്ളത് പിതാവായ ദൈവമാണെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ യേശു പറഞ്ഞതിൻ്റെ ഭൗതിക വശം മാത്രം എടുത്തുകൊണ്ട് അതിലേക്ക് നോക്കി നിന്നവരൊക്കെയും ഇടറിപ്പോയി. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയാണ് അവൻ്റെ ആത്മീക വശം എന്ന് മനസ്സിലാക്കി അതിൽ നിലനിന്നവൻ ഇടറാതെ നിലനിൽക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിയുന്നത് ആത്മീകമായിട്ട് ആയിരിക്കട്ടെ. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം.